പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന് സുപ്രീം കോടതി. അശ്ലീല ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കുറ്റമായി കണക്കാക്കില്ല എന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീം കോടതി നടപടി. ചൈൽഡ് പോർണോഗ്രഫി എന്ന പദം ഉപയോഗിക്കരുതെന്നും പകരം പദം വേണമെന്നും കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ എന്നുള്ള പദപ്രയോഗം തന്നെ തെറ്റാണ് എന്നതല്ലേ കോടതി പറഞ്ഞിട്ടുള്ളത്? അനുജ, ഏറെ ഗൗരവതരമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും ദൃശ്യങ്ങളും അത് ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരം തന്നെയാണ് എന്നാണ് സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ജനുവരി 11-ന് 28 വയസ്സുള്ള ഒരു പ്രതി ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മദ്രാസ് ഹൈക്കോടതി ഈ ജനുവരി 11-ന് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും കുറ്റകരമല്ല എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദം പോലും, ചൈൽഡ് പോർണോഗ്രഫി എന്ന പദം പോലും തെറ്റാണ് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യം എന്നത് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ വസ്തുക്കൾ എന്ന് മാറ്റണം എന്നാണ് സുപ്രീം കോടതി. ശരി, ചൈൽഡ് പോർണോഗ്രഫി എന്ന പദം തന്നെ തെറ്റാണ്, അത് മാറ്റണം. ഒപ്പം ഇത്തരത്തിലേക്ക് ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരം തന്നെയാണെന്ന് കോടതി പറയുന്നു. കുറ്റമായി കണക്കാക്കില്ല എന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ്.